അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ വലിയൊരു പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മൊബൈൽ ഫോൺ നമ്മുടെ ഈമാനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും വളരെ കുറഞ്ഞ സമയം മാത്രം എങ്ങനെ യൂസ് ചെയ്യാതിരുന്നാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതും കൂടെ നിങ്ങൾ കേൾക്കണം. ഇന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. അതായത് എങ്ങനെയാണ് ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യൽ ഇനി കുറക്കണം എന്ന് വിചാരിച്ചത്, അത് പ്രോപ്പറായിട്ട് തീരുമാനം എടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. നമ്മൾ ഫാമിലി ലൈഫ്, പാരൻറ്റിങ് ലൈഫ്, അതല്ലെങ്കിൽ സമയമില്ലാത്ത കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ നോർമലായിട്ട് തന്നെ മൊബൈൽ ഫോൺ ഒഴിവാക്കും. അപ്പോൾ നമുക്കത് പറ്റുന്നതാണ്. പക്ഷെ അറിയാതെ കംഫർട്ടായിട്ട് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ ടൈമൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കളയും. ഞാനും അങ്ങനെ നന്നായിട്ട് മൊബൈലെടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്സ് കോൾ ചെയ്യും. നമ്മളിങ്ങനെ എന്നും ചോദിക്കും പരസ്പരം, എന്താ ചെയ്യുന്നത്, നിസ്കാരം കഴിഞ്ഞോ, എന്തൊക്കെ ഇത്ര നേരം ചെയ്തു എന്നുള്ള രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ അന്ന് ആൾ ജോലി സ്ഥലത്താകുമ്പോൾ തന്നെ ഫ്രീ ആവുന്ന ടൈമിലൊക്കെ വിളിക്കും. അങ്ങനെ ഒരു സമയത്ത് വിളിച്ചപ്പോൾ അതെ ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഉത്തരം. അപ്പോൾ എന്നാൽ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് എന്തൊക്കെ കണ്ടു എന്നുള്ളത് എന്നോട് പറയാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ആളടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ സംസാരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്തൊക്കെയോ ആൻസർ പറഞ്ഞെങ്കിൽ പോലും ആ ചോദ്യം എനിക്ക് വല്ലാണ്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു. കാരണം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, പഠിച്ചോനെ ഈ 1 മണിക്കൂറിൽ ഞാൻ എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്തത് എന്തൊക്കെയോ കേൾക്കുന്നു, കാണുന്നു, പക്ഷെ ഒന്നും നമുക്ക് അറിയുന്നില്ല. അതായത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ പറഞ്ഞതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്, ഇപ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മളത് എഴുതിയെടുത്തിട്ട് ലൈഫിലേക്ക് പകർത്തും. പക്ഷേ ഇതൊന്നല്ല ചെയ്യുന്നത്, വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് എൻ്റെ ലൈഫിൽ ഇനിയെങ്കിലും എനിക്ക് മൊബൈൽ ഫോൺ മാറ്റി വെക്കണം എന്നുള്ള ചിന്ത ആദ്യം വരുത്തുന്നത്. കാരണം കാണുന്നതൊന്നും ഉപകാരമില്ലാത്തതാണ്, വെറുതെ എന്തോ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മക്കളൊക്കെ ആയിട്ട് ഫാമിലി ലൈഫിലൊക്കെ കൂടുതലാവുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക് കുറച്ച് കുറയും. എന്നാൽ പോലും നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എടുക്കുന്നത് മൊബൈൽ ഫോൺ ആയിരിക്കും. പ്രോപ്പർ റെസ്റ്റ് അല്ല അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, യുവത്വം നശിപ്പിക്കരുത്, നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വയസ്സാകും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഈ യുവത്വത്തിൽ ചെയ്യരുത്, ഇങ്ങനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നമ്മുടെ യുവത്വം നല്ല രീതിയിൽ ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹർഷിൻ്റെ തണൽ കൊടുക്കുന്ന ആളുകളിൽ പെട്ട ഒരു കൂട്ടരാണ് ഈ യുവത്വത്തിൽ അള്ളാഹിനെ ഓർത്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത മോശം കാര്യങ്ങളിലേക്ക് പോവാത്ത ആളുകൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് പല തെറ്റുകൾ ചെയ്യാൻ തോന്നും, പലതിലേക്കും പോകാൻ തോന്നും, പല രീതിയിലും ടൈം നശിപ്പിക്കാൻ തോന്നും. കാരണം നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മളൊരു തോന്നലാണ് അത് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ആ സമയത്ത് അള്ളാഹിനെ ഓർത്ത ആളുകളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, യുവത്വം നശിപ്പിക്കരുത്, ഇപ്പോൾ നമുക്ക് നല്ല സമയം കിട്ടിയിട്ടുണ്ട്, ആരോഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റി തരണം എന്നുള്ളത്. അപ്പം നമുക്കതിനനുസരിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. പിന്നെ പാരൻറ്റിങ് ആയി ആ ഒരു ലൈഫും പിന്നെ ക്ലാസ് എടുത്ത് കൊടുക്കലും ഒക്കെ ആയപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ വെറുതെ ഡോപ്പമിന് വേണ്ടിയിട്ട് സ്ക്രോൾ ചെയ്യുന്നത് പതുക്കെ കുറഞ്ഞു വന്നു. അപ്പോൾ നിങ്ങളടുത്തും എനിക്കതാണ് പറയാനുള്ളത്, നല്ല ടൈമും നല്ല കംഫർട്ടൊക്കെ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്കതിന് പകരം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതി വെച്ചാൽ തന്നെ കുറേ സമയം നമ്മൾ വെറുതെ കാണുന്നത് ഒഴിവാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ക്രോഷേ, പെയിൻറ്റിങ്, വാട്ടർ കളറ്, ചിത്രം വരയ്ക്കുക, ഡ്രസ്സുകളൊക്കെ നല്ല രീതിയിൽ മടക്കി വെക്കുക, ഏതെങ്കിലും ഒരു ഭാഗം വെറുതെ ക്ലീൻ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, ചെടികൾ ഉണ്ടാക്കുക, പുസ്തകം വായിക്കുക. ഓഫ് കോഴ്സ് അത് നല്ല തീരുമാനമാണ് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. പലർക്കും ഇപ്പോൾ പുസ്തകം, പേന എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. കാരണം എല്ലാവരും മൊബൈൽ ഫോണിൻ്റെ ലോകത്തായിട്ടുണ്ട്. അപ്പോൾ ആ റീൽസ് അല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരിക. ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് കുറേ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഇതേപോലെ മൊബൈൽ ഫോൺ അധികം യൂസ് ചെയ്യാതിരിക്കാൻ, നിന്നെപ്പോലെ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന് നമ്മൾ തീരുമാനിക്കണം, നമ്മളത് വിചാരിച്ചേ പറ്റൂ എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് മൊബൈൽ ഫോണൊക്കെ ആദ്യമായിട്ട് കിട്ടിയൊരു ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കതൊരിക്കലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞത് ഇപ്പോൾ വളരെ ശരിയാണെന്ന് തോന്നുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ടിപ്സ് കിട്ടിയാലും ഒക്കെ നമ്മൾ തീരുമാനിക്കണം, എനിക്ക് ഇത്ര ടൈം യൂസ് ചെയ്താൽ മതി എന്നുള്ളത്.
അപ്പോൾ നിങ്ങളാരും നിങ്ങളുടെ യുവത്വം നശിപ്പിക്കാതിരിക്കുക. നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, വലിയ ഒരാളായിട്ട് 80-90 വയസ്സായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോഗ്യമുള്ള ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും? വെറുതെ മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ട് ടൈം കളഞ്ഞു അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ എന്ന് ആഗ്രഹിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ എൻ്റെ യുവത്വം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് നല്ല ഉഷാറായി എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ എന്ന് ചിന്തിക്കാനാണോ നിങ്ങൾക്ക് ആഗ്രഹം?